നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2 ദിവസത്തിനിടെ മരിച്ചത് 2 ഇന്ത്യൻ പൈലറ്റുകൾ. ഒരാൾ എയർപോർട്ടിൽ വെച്ച്, രണ്ടാമത്തെ ആൾ ഫ്ലൈറ്റിൽ വെച്ച്. ഇന്നലെ തിരുവനന്തപുരം പൂനെ നാഗ്പൂർ സെക്ടറിൽ വിമാനം പറത്തിയ പൈലറ്റാണ് മരിച്ചത്. അതേസമയം സമാനമായി ഖത്തർ എയർവേസിലെ പൈലറ്റ്, നാഗ്പൂർ പൂനെ ഇൻഡിഗോ വിമാനത്തിലെ പൈലറ്റ് യാത്ര പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. നാഗ്പൂർ വിമാനത്താവളത്തിലെ ബോർഡിംഗ് ഗേറ്റിൽ വെച്ചാണ് പൈലറ്റ് കുഴഞ്ഞു വീണത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ തിരുവനന്തപുരം പൂനെ നാഗ്പൂർ സെക്ടറിൽ വിമാനം പറത്തിയ പൈലറ്റാണ് മരിച്ചത്. ഇന്നലെ ഖത്തർ എയർവേസിലെ പൈലറ്റും സമാനമായ രീതിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചിരുന്നു. 40-കാരൻ ക്യാപ്റ്റൻ മനോജ് സുബ്രഹ്മണ്യം എന്ന പൈലറ്റ് ഉച്ചയ്ക്ക് 12 മണിയോടെ വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി ഹോൾഡ് ഏരിയയിൽ ബോധരഹിതനായി വീഴുകയായിരുന്നു. പ്രഥമ ദൃഷ്ട്യാ അപ്രതീക്ഷിതമായി ഹൃദയത്തിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഹൃദയസ്തംഭനം മൂലമാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്ന കിങ്സ്വേ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പറഞ്ഞു. ഈ ആഴ്ചയിൽ പൈലറ്റുമാർ ഉൾപ്പെട്ട പെട്ടെന്നുള്ള മരണങ്ങളുടെ 3ാമത്തെ കേസാണിത്. ബുധനാഴ്ച ഡൽഹിയിൽ നിന്ന് ദോഹയിലേക്കുള്ള വിമാനത്തിലെ യാത്രക്കാരനായിരുന്ന ഖത്തർ എയർവേസിൽ നിന്നുള്ള പരിചയസമ്പന്നനായ പൈലറ്റ് യാത്രക്കിടെ ഗുരുതര അസുഖം ബാധിച്ച് മരിച്ചു. മെഡിക്കൽ പ്രതിസന്ധിയെ തുടർന്ന് QR579 വിമാനം ദുബായിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തിരുന്നു. ഈ പൈലറ്റ് മുമ്പ് അലയൻസ് എയർ, സ്പൈസ് ജെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യയിലുണ്ടായ പെട്ടെന്നുള്ള 3 മരണങ്ങൾക്ക് പുറമെ ഓഗസ്റ്റ് 14-ന് ചിലിയുടെ മിയാമിയിൽ നിന്ന് ചിലിയിലെ സാന്റിയാഗോയിലേക്കുള്ള ലതാം വിമാനത്തിൽ ഒരു പൈലറ്റ് മരിച്ചു. മറ്റ് 2 കേസുകളിൽ സരസോട്ടയിൽ നിന്ന് തായ്പേയിലേക്കുള്ള യുണൈറ്റഡ് എയർലൈൻസ് വിമാനത്തിന്റെ പൈലറ്റിന് വിമാനം ലക്ഷ്യസ്ഥാനത്ത് ഇറങ്ങിയ ഉടൻ തന്നെ മെഡിക്കൽ എമർജൻസി ഉണ്ടായി. വിമാനത്തിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടായതായാണ് റിപ്പോർട്ട്. സമാനമായി ഓഗസ്റ്റ് 7-ന് സപ്പോറോയിൽ നിന്ന് തായ്പേയിലേക്ക് ടൈഗർ എയർ വിമാനം ഓടിച്ചിരുന്ന കോ പൈലറ്റിനും വിമാനം ലക്ഷ്യസ്ഥാനത്ത് ഇറക്കിയതിന് തൊട്ടു പിന്നാലെ മെഡിക്കൽ എമർജൻസി ഉണ്ടായിരുന്നു.